ഹായ് ഓൾ, ടാലി പ്രാക്ടിക്കലിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ സ്ക്രീൻ ടാലി സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയുള്ളതാണ്. ഏത് സൈറ്റിൽ നിന്നാണ് ടാലി പ്രൈം ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഏത് വേർഷൻ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് മുൻപ് ടാലിയുടെ ചില ബേസിക് തിയറീസ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അക്കൗണ്ടിംഗ് മേഖലയിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളതായിരിക്കും. അതിനുവേണ്ടി ആയിരിക്കുമല്ലോ നിങ്ങൾ ടാലി കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഒരു അക്കൗണ്ടിംഗ് മേഖലയിൽ ഒരു ജോലിക്ക് കയറുന്ന ഒരാൾ ഒരു കമ്പനിയിൽ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഒരു കമ്പനിയുടെ ദൈനംദിനം വരുന്ന എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വരുന്ന വരവ് ചെലവുകളെല്ലാം കണക്കാക്കി അത് റെക്കോർഡ് ചെയ്ത് ഒരു ഫൈനാൻഷ്യൽ ഇയറുടെ എൻഡിൽ ആ കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഈ അക്കൗണ്ടന്റ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ. അപ്പൊ നിങ്ങളാണ് ആ ജോലിക്ക് കയറുന്നതെങ്കിൽ ഈ കാര്യങ്ങളാണ് നിങ്ങളും ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പോ കാലങ്ങൾക്ക് മുന്നേ ഇതെല്ലാം മാനുവൽ അക്കൗണ്ടിംഗ് ആയാണ് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ ബുക്കുകളിലാണ് ഈ വരവ് ചെലവ് കണക്കുകളെല്ലാം രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇന്നോ മാനുവൽ അക്കൗണ്ടിംഗ് മാറി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആയി. എന്ന് വെച്ചാൽ ഈ ബുക്കുകളിൽ രേഖപ്പെടുത്തുന്നതെല്ലാം മാറി കമ്പ്യൂട്ടറിലേക്ക് മാറി. ഈ കമ്പ്യൂട്ടറിൽ ഈ വരവ് ചെലവ് കണക്കുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ഈ ടാലി എന്ന് പറയുന്നത്. പല ആളുകളും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല സോഫ്റ്റ്വെയറുകളും ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഡിസൈനിങ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ഡിസൈനിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഗെയിം കളിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഗെയിമിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നവരും ഉണ്ടാവാം. അതുപോലെ ഒരു അക്കൗണ്ടന്റ് അക്കൗണ്ടിംഗ് എന്നുള്ള പ്രോസസ്സ് ഒരു കമ്പനിക്ക് ചെയ്തു കൊടുക്കാനായി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ടാലി ഒരു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരുപാട് ഫോറിൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഒരുപാട് ഫോറിൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോ ടാലി ഈസ് ആൻ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. സ്മോൾ ആൻഡ് മീഡിയം ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് കൂടുതലായും ഈ ടാലി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഈ ടാലി പ്രൈമിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 5.1 ആണ്. അത് തന്നെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ടാലിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടാലി ഭയങ്കര സിമ്പിൾ ആണ്. അതായത് പല സോഫ്റ്റ്വെയർസ് നമുക്ക് ചെയ്യാനും ചെയ്ത് പഠിക്കാനും പിന്നീട് അതിൽ വർക്ക്ഔട്ട് ചെയ്യാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ടാലി അങ്ങനെയല്ല, വളരെ എളുപ്പമാണ്. പിന്നെ അത് ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാലി സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് അതിൽ ഓൾട്ടർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആണ്. ഇനി നമുക്ക് ലാംഗ്വേജസ്, പലതരത്തിലുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ വേണ്ടി ഈ സോഫ്റ്റ്വെയറിനകത്ത് പറ്റും. കോഡുകൾ ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. കാരണം പല സോഫ്റ്റ്വെയറുകളിലും കോഡുകൾ ഉപയോഗിച്ചാണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ടാലിയിൽ നമുക്ക് അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് മൾട്ടിപ്പിൾ കമ്പനീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതിനുശേഷം മറ്റൊരു ബിസിനസ്സും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിൽ തന്നെ 2 കമ്പനിയും ക്രിയേറ്റ് ചെയ്ത് ആ കമ്പനിയുടെ ഡാറ്റാസ് എല്ലാം ഇതിനകത്ത് എൻ്റർ ചെയ്യാം എന്നതാണ്. പിന്നെ വളരെ സ്പീഡാണ്. നമ്മൾ ചെയ്യുന്ന എൻട്രീസിന്റെ എല്ലാം റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. സ്പീഡായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇത്രയാണ് ടാലിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടാലി എന്താണെന്ന് മനസ്സിലായി, ടാലി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായി, ടാലിയുടെ ഫീച്ചേഴ്സും മനസ്സിലായി. ഇനി നമുക്ക് ഈ ടാലി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിലേക്ക് വരാം. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ടാലി സൊല്യൂഷൻസിന്റെ സൈറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും ടാലി സൊല്യൂഷൻസിന്റെ സൈറ്റ്. tallysolutions.com എന്നാണ് സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ടാലി പ്രൈമിന്റെ ഏത് സോഫ്റ്റ്വെയർ ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 5.1 ആണ് ഏറ്റവും ന്യൂ റിലീസ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ ന്യൂ റിലീസ് 5.1 എന്ന് കാണാനായിട്ട് സാധിക്കും. ദെൻ ഇവിടെ ഡൗൺലോഡ് ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഡൗൺലോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും റൈറ്റ് സൈഡ് മുകളിലായിട്ട് ഇവിടെ സെറ്റ് ഫയൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം. നമ്മുടെ ഇന്റർനെറ്റ് സ്പീഡ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ അത് ഡൗൺലോഡ് ആയി കിട്ടേണ്ടതാണ്. എത്ര MB ആണുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോറേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വിൻഡോസിൽ മാത്രമേ നമുക്ക് നമ്മുടെ ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല 4GB ഓർ മോർ റാം നമുക്ക് വേണം. നമ്മുടെ കമ്പ്യൂട്ടറിൽ അതിനുള്ള സ്റ്റോറേജ് ഉറപ്പിച്ചതിന് ശേഷം മാത്രം സെറ്റപ്പ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ചസ് ടു യുവർ ഡിവൈസ്? നമുക്കത് എസ് കൊടുക്കാം. എസ് കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ബാർ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ. അതിനകത്ത് ആപ്ലിക്കേഷൻ ഏതാ? ടാലി പ്രൈം. റിലീസ് ഏതാണ്? 5.1 ആണ് നമ്മുടെ വേർഷൻ. ദെൻ ആപ്ലിക്കേഷൻ പാത്ത് ഏതാണ്? സി ഡ്രൈവിലേക്കാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യാം.
ഇൻസ്റ്റാൾ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്റർനെറ്റ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ഡൗൺലോഡ് ആവുന്നതും ഇൻസ്റ്റാൾ ആവുന്നതും കേട്ടോ. വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്, ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ. വീണ്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ഏതാണെന്നും അതിന്റെ റിലീസ് നമ്പർ ഏതാണെന്നുള്ളതും ആപ്ലിക്കേഷൻ പാത്ത് എവിടേക്കാണെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ടാലി പ്രൈം എന്ന് കൊടുക്കാം. അപ്പൊ ഡൗൺലോഡ് ചെയ്തു, ദെൻ ഇൻസ്റ്റാൾ ചെയ്തു, മൂന്നാമതായി നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ്, ഡു യു വാണ്ട് ടു അലോ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ടു ആക്സസ് ദിസ് ആപ്പ്. അലോ കൊടുക്കാം. അലോ കൊടുത്തതിന് ശേഷം ഇവിടെ ടാലി സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ അടുത്തത് വന്ന നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ടപ്പ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് വായിച്ചു നോക്കാം. ടാലി പ്രൈം വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫോളോയിങ് സെറ്റിംഗ്സ്. ക്ലിക്ക് കോൺഫിഗർ ടു ചേഞ്ച് ദീസ് സെറ്റിംഗ്സ്. ഓൾറെഡി ഉള്ള സെറ്റിംഗ്സ് പ്രകാരമാണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് പോകാം. അതിൽ തന്നിരിക്കുന്ന സെറ്റിംഗ്സ് ഒക്കെ നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതല്ല നമുക്ക് എക്സ്ട്രാസ് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ കോൺഫിഗറിലേക്ക് പോകാം. കോൺഫിഗർ എന്തിനാണ് ചെയ്യുന്നത്, കോൺഫിഗറേഷനിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അടുത്ത സ്റ്റെപ്പുകളിൽ പഠിക്കാം. അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ആക്സെപ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പുതിയൊരു സ്ക്രീൻ വന്നിരിക്കുകയാണ്, വെൽക്കം ടു ടാലി പ്രൈം. ഇവിടെ നമുക്ക് സെലക്ട് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് എന്നൊരു നോട്ടിഫിക്കേഷനൊപ്പം 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ട്രൈഡ് ഫോർ ഫ്രീ എഡ്യൂക്കേഷണൽ, രണ്ടാമത്തേത് യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക്, മൂന്നാമത്തേത് റീആക്ടിവേറ്റ് എക്സിസ്റ്റിംഗ് ലൈസൻസ്, നാലാമത്തേത് ആക്ടിവേറ്റ് ന്യൂ ലൈസൻസ്. ഒന്നാമത് പറയുന്നത് എഡ്യൂക്കേഷണൽ വേർഷൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാമെന്നുകൂടെ അതിന്റെ ഒപ്പം പറയുന്നുണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷണൽ വേർഷൻ ഗൂഗിളിൽ നിന്ന് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഉപയോഗിക്കാനും പറ്റും. അതല്ലെങ്കിൽ ലൈസൻസ്ഡ് വേർഷൻ നമുക്ക് എടുക്കാം. ഈ ലൈസൻസ്ഡ് വേർഷൻ എന്ന് പറയുന്നത് നെറ്റ്വർക്കിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ നമുക്ക് റീആക്ടിവേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ പുതിയ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്യാം. നമുക്ക് എടുക്കാം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പൊ എടുക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം നമുക്ക് ആ ടാലി സോഫ്റ്റ്വെയർ ടാലിയിൽ നിന്നും പർച്ചേസ് ചെയ്ത് ലൈസൻസ് എടുത്ത് അതിനുവേണ്ടി ഒരു സ്പെസിഫിക് എമൗണ്ട് നമ്മൾ കൊടുത്ത് ആ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന വേർഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതാണ് ലൈസൻസ്ഡ് വേർഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയി ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റുന്ന എഡ്യൂക്കേഷണൽ വേർഷൻ ആണ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഏത് ഓപ്ഷനിലേക്ക് പോവാം, എഡ്യൂക്കേഷണൽ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. ദെൻ ഇതാണ് നെക്സ്റ്റ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ സ്ക്രീനിൽ ഇപ്പൊ വന്നിരിക്കുന്നത് സെലക്ട് കമ്പനി. അതിൽ ലിസ്റ്റ് ഓഫ് കമ്പനീസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ ഡാറ്റാ പാത്ത് ഓർ നെയിം, ദെൻ നമ്പർ, പീരിയഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിന്റെ താഴെ ക്രിയേറ്റ് കമ്പനി. നിങ്ങൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങിയെന്ന് കരുതുക. ആ ബിസിനസിന്റെ കണക്ക് വിവരങ്ങളെല്ലാം ഓരോ ദിവസവും ആ കമ്പനിക്ക് വരുന്ന എക്സ്പെൻസസ്, ആ കമ്പനിയിലേക്ക് വരുന്ന ഇൻകം, അതല്ലാതെ കമ്പനിയിൽ ഒരുപാട് വേറെയും ട്രാൻസാക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ട്രാൻസാക്ഷൻസ് എല്ലാം എൻ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കമ്പനിക്ക് ഒരു പേരുണ്ടാവും, ആ കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ആ കമ്പനി തുടങ്ങിയതേ ഉള്ളൂ, നിങ്ങളാണ് ആദ്യമായിട്ട് ആ കമ്പനി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെയും കമ്പനി ക്രിയേഷൻ കൊടുക്കണം. സ്വന്തമായി ബിസിനസ് തുടങ്ങുകയാണെങ്കിലും പുതിയൊരു കമ്പനിയിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലും കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അതല്ല, ഓൾറെഡി 10-20 കൊല്ലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ നിങ്ങൾ പുതിയതായി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓൾറെഡി ആ കമ്പനി ക്രിയേറ്റ് ചെയ്ത് ആ കമ്പനിയിൽ എല്ലാ ട്രാൻസാക്ഷൻസും ഓൾറെഡി റണ്ണിങ് ആയിരിക്കും. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ദിവസം തൊട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. കമ്പനി ക്രിയേഷനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. എന്താണ് ടാലി, എന്തിനാണ് ടാലി ഉപയോഗിക്കുന്നത്, ടാലിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെ ടാലി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഒരു പോർഷൻ നന്നായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കമ്പനി ക്രിയേഷന്റെ കൂടുതൽ ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, താങ്ക്